കാട്ടമൂർത്തി ഓയ്, കാട്ടമൂർത്തി ഓയ്, എന്റെ കാട്ടമൂർത്തി ഓയ്. വന്നി വീണിരിക്കുന്ന ആ സ്ഥലം പഴുതാട്ടി കളഞ്ഞുകൂടാ എന്ന് കരുതി വന്യമൃഗങ്ങളുടേതായിരിക്കുന്ന ദൂര വിനോദങ്ങൾക്ക് വരുത്തുവാൻ തക്കവണ്ണം മാർത്തടിച്ച് വിളിച്ചിരിക്കുന്ന അനുഭവം തന്നെയാണ് എന്റെ കാട്ടുമുള്ള പരിവാരങ്ങളെയും അതിൻ്റെതായിരിക്കുന്ന അനുഭവത്തെ കാട്ടിക്കൊടുത്തുള്ളൂ കാട്ടുമുട്ടി പ്രകാരമാണ്. ആയിരിക്കട്ടെ, പ്രകാരം കാവുംപാതിലാധാരമായിട്ട് കഴിഞ്ഞ കാലം പുനഃപ്രതിഷ്ഠ, നവീകരണ, ബ്രഹ്മകലശ മുഹൂർത്ത പ്രവർത്തനങ്ങളെല്ലാം സമുചിതമായിട്ട് ഒത്തുപിടിച്ച് എന്റെ കാട്ടുമുട്ടിയുള്ളതായിരിക്കുന്ന അല്ലേ കാവുകാരനില്ലേ ആവട്ടെ, അപ്രകാരത്തിൽ അത് സമുചിതമായിട്ട് തന്നെ നിങ്ങൾക്ക് സമാഹരിച്ചു തന്നു. പരിഭവമൊന്നുമില്ല അല്ലേ. ശേഷം എന്റെ കാട്ടുമൂർത്തിയുള്ളതായിരിക്കുന്ന കർമ്മപ്രവർത്തനങ്ങൾ ഈ പ്രകാരത്തിലുണ്ട്. ശത്രുവിനെയും ബന്ധുവിനെയും തിരിച്ചുകെട്ടി എന്റേതായിരിക്കുന്ന പങ്കാവിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്രകാരം തന്നെ എത്തിക്കുന്നുണ്ട് എന്റെ നേനാറ്. ഒക്കതിനാലും അല്ലേ ഇതിനാലകത്ത് അല്ലേ അറുമുഖൻ എന്നിരിക്കുന്ന തർപ്പണം വരച്ച് നെല്ലിപ്പൊടിയോടും ചോദനം ചെയ്തിട്ട് എടുക്കേണ്ടതിനെ എടുത്ത് നീക്കേണ്ടതിനെ നീക്കം ചെയ്ത് അന്ന് അല്ലേ എൻ്റെ കാവുകോട്ട ആധാരമായിട്ട് അല്ലേ പ്രതിഷ്ഠാദികളെല്ലാം ചെയ്ത് അല്ലേ എനക്കും എൻ്റെ ചങ്ങാതികൾക്കും ഭംഗിയായിട്ട് തന്നിട്ടുണ്ട്. സൗഖ്യം തന്നെയാണ്. ആ നാലകത്ത് എൻ്റെ കാവുകോട്ടം ആധാരമായിട്ട് അല്ലേ ഞാനും എൻ്റെ ചങ്ങാതിയും അന്ന് കത്തിച്ചു വച്ചിരിക്കുന്ന ദീപത്തിനും ഉരിയാടി പറഞ്ഞു വച്ചിരിക്കുന്ന വാക്കും കൈനല വിശ്വാസത്തിനും പടർന്ന വള്ളി പോലെയും പടർന്ന ജലം പോലെയും ഭൂമി ഒഴിഞ്ഞതിക്കൽ സമുദ്രം നിലനിന്ന പ്രകാരത്തെങ്കിൽ ഒരു മുഖം ദൃഷ്ടി കൊണ്ട് ഒന്നു കിട്ടിയാൽ ഒറ്റരാശി കരുരാശി പ്രകാരം നിലനിന്നിട്ടുണ്ട്. സൗഖ്യം തന്നെയാണ് എൻ്റെ തയ്യാറ്. ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കുഴി തന്നെയാണല്ലോ. അതെ, അപ്രകാരമാണ്. ഇരുവരും ഉള്ളതായിരിക്കുന്ന സമക്ഷം ഉള്ളതായിരിക്കുന്ന മുഴുവൻ ആയിക്കട്ടെ. കാട്ടുമൂർത്തിക്ക് എന്താ വേറിട്ട് വിജയിക്കാനുള്ളത്? ഈ മാനവ സമക്ഷം എൻ്റെ ഭക്തന്മാർ സമക്ഷവും ഞാൻ നിരക്കുന്ന ആ സാന്നിധ്യവും എൻ്റെ പുതിയ വീട് നിരക്കുന്ന വൈകുണ്ഠത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ലോകനാഥൻ്റെതായിരിക്കുന്ന സമക്ഷത്തിൻ്റെ കാട്ടുമൂർത്തി ശത്രുവിനെയും ബന്ധുവിനെയും തിരിച്ചു കെട്ടി എന്നതായിരിക്കുന്ന പക്കൽ കൊണ്ടെത്തിക്കുന്നതായിരിക്കുന്ന ഒരു കർമ്മപ്രവർത്തനത്തിനാണ് ഞാൻ പ്രകാരക്കാരിയായിട്ട് കാരണമായിട്ട് നിലനിർത്തി. അതെ, അത് ഉചിതമായിരിക്കുന്ന കർമ്മപ്രവർത്തനങ്ങൾ തന്നെയല്ലേ കൊണ്ട് നടത്തിപ്പോയി. അതെ, ഉചിതമാണ്. ആയിക്കട്ടെ, അപ്രകാരത്തിൽ സന്തോഷമാണ്. ഗുരുമധ്യേ വന്നാൽ ഒരു ഗുരുവന്ദനം വേണമല്ലോ. വേണം, ദർശിക്കട്ടെ പാലക്കാട്. അതിനാലകത്ത് ഞാനാറെ ഒരു കാര്യാദികൾ ഒന്ന് ചൊല്ലിക്കെട്ടാനുണ്ട് എനിക്ക്. ആവട്ടെ, നൃത്തം കഴിഞ്ഞതിന് ശേഷം ആവട്ടെ. നൃത്തം ആവട്ടെ. നൃത്തം ഒന്ന് കാണട്ടെ. അതായത് പ്രകാരത്തെങ്കിൽ കഴിഞ്ഞ വർഷം മുമ്പേതുമായിട്ട് അല്ലേ അറുമുഖൻ എന്നിരിക്കുന്ന ദർപ്പണം അല്ലേ വരച്ച് വെച്ച് അല്ലേ നീക്കേണ്ടതിനെ നീക്കി നെല്ലിപ്പടിയോളം തോന്ന ചെയ്തിട്ടുണ്ട്. അന്ന് അല്ലേ ആ 8 കൂടുന്ന വെള്ളിയാഴ്ച 30 കൂടുന്ന സംക്രമണത്തിനും അടിച്ചും തളിച്ചും അന്തിത്തിരിക്കും അശുദ്ധമല്ല ശുദ്ധമെന്ന പ്രകാരത്തെങ്കിൽ ചെയ്തു പോകുന്നതായിരിക്കുന്ന എൻ്റെ കാവും വായിക്കും അല്ലേ അതിനും വിശേഷിച്ച് അല്ലേ എൻ്റെ ആരുടെ മതിയായിരിക്കുന്ന എൻ്റെ കനലാടിക്കും ഒരു ആചാരം ഒരു കങ്കണം പറഞ്ഞു വെച്ചിട്ടുണ്ടായി. അത് എൻ്റെ പത്തും എൻ്റെ നയനാറും അടുത്തതായിരിക്കുന്ന അല്ലേ കാര്യങ്ങളും കാര്യപ്രമാണങ്ങളൊക്കെ ചൊല്ലിക്കണ്ട് വെക്കണം. ഗ്രാഹ്യമായില്ലേ? ചെയ്തു കൊടുക്കാതിന്റെ ആയിക്കട്ടെ, കാട്ടുമുട്ടി പൂർണ്ണമായിരിക്കുന്ന ഒരു സമ്മതം തന്നെയാണ് എൻ്റെ ഭക്തിൻ്റെ എൻ്റെ വിരാമമാർക്കുള്ളത്. അതിന്
വേണോ? അപ്പം കൂടി കാത്തിരുന്നാട്ടില്ലേ ഉചിതമായിരിക്കുന്ന ഒരു അനുഭവത്തെങ്കിൽ അത് കൊണ്ട് സമർപ്പിക്കുമെന്നാണ് വിശേഷിച്ചത്. അങ്ങനെ പോലെ അല്ലേ? കഴിഞ്ഞ കാലം ആധാരമായിട്ട് തന്നെയല്ലേ അവിടെ പുണ്യപ്രവർത്തനങ്ങളെല്ലാം നവീകരിച്ചിരിക്കുന്ന കർമ്മപ്രവർത്തനങ്ങളെല്ലാം പ്രകാരമാണ് ആയിരിക്കട്ടെ. എൻ്റെ കാവും വാതിൽ ആധാരമായിട്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ആചാരം എൻ്റെ ഭക്ത ജനസമക്ഷം ഒന്ന് വിജയിച്ച് ചെയ്യുവാനൊക്കെ വന്നിട്ടുള്ളതായിരിക്കുന്ന അനുഭവം തന്നെയാണ്. മാസം അധികം നിർത്തിക്കിട്ടുന്നില്ല. ഒതുക്കുണ്ടോ കാവുകാരന്? ഒതുക്കമുണ്ടോ ആചാരപ്പെടാൻ? ഇല്ല. ആയിരിക്കട്ടെ. ഒരു സമാഗതമാക്കി തന്നാൽ പോരെ? മുഹൂർത്തം എടുക്കുന്ന ദിക്കിൻ്റെ അകത്ത് അത് നമ്മുടെ കാവുകാരനെ കൊണ്ടാടികളായിരിക്കുന്ന ആ കറപ്പിങ്കിൽ അത് ചെയ്യും. സാമ്പത്തികമായിട്ട് ആഗ്രഹിച്ചതൊന്നും സജ്ജീകരണമാകാത്തക്കവണ്ണം അനുയോജ്യമല്ലാത്ത ജീവിതത്തിനുള്ളതായിരിക്കുന്ന ഈ ജീവിത പ്രസ്ഥാനം ഔഷധം കാടെന്നും പ്രതിഷ്ഠ കരിങ്കല്ലെന്നും നാഗം ഭാഷമെന്നും മന്ത്രം പാട്ടെന്നും പക്ഷം പറയുന്നതായിരിക്കുന്ന സ്വഭാവം കൊടുത്തവൻ്റെ പോയത്തം വാങ്ങിയവൻ്റെ സാമർഥ്യം വാചാലതയാണ് പാണ്ഡിത്യം അങ്ങനെയുള്ളതായിരിക്കുന്ന നദിയരികെ സാഗരം വാഴുന്നവൻ്റെ വാഴ്ചസ്ഥാനം ഉള്ളതായിരിക്കുന്ന ഈ കലിവത്തിനകത്ത് മോക്ഷമാർഗത്തിലേക്കുള്ള ഉപായം ഭക്തമാർഗം തന്നെയാണ്. എൻ്റെ കാവുകാരനായിരിക്കുന്ന എല്ലാടി ഭക്തിയോടും എൻ്റെ കാട്ടുമുക്തിയെതിരുമായ കർമ്മപ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ടുള്ളതായിരിക്കുന്ന നിഷ്ഠയും നടത്തേണ്ടതായിരിക്കുന്ന തന്നെയാണ്. കാലസിക്കാതെ പോലെ കാട്ടുമുക്തി അപ്രകാരത്തെങ്കിൽ വേറൊരു വഴിയും കൂടി ഉണ്ട് എന്നെ ഞാനറിയാം. ഈ നാലകത്ത് 6 നാട്ടിലും 100 കണക്കിന് ഭക്തന്മാർ എന്നെ കാണുവാനും കേൾപ്പാനും എൻ്റെ കാവുംകോട്ട ആധാരമായിട്ട് കൈയെടുത്തിട്ടുണ്ട്. വന്നിരിക്കുന്ന ഭക്തന്മാർക്ക് അല്ലേ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു എങ്ങനെയാണ് കാര്യാദികളെല്ലാം വേണ്ടേ? എനക്കെങ്ങനെയാണ് മഞ്ഞും വെയിലെല്ലാം കൊള്ളാം. എൻ്റെ ആയിരിക്കുന്ന ഭക്തജനങ്ങൾക്കോ സാധിക്കില്ലല്ലോ. താൽക്കാലികമായിട്ട് എനിക്ക് മഞ്ഞും വെയിലും കൊള്ളാൻ പറ്റും, എൻ്റെ ഭക്തന്മാർക്ക് അത് പറ്റൂലല്ലോ. എൻ്റെ കാവുംകോട്ട ആധാരമായിട്ട് താൽക്കാലികമായിട്ടുള്ളതായിരിക്കുന്ന സ്ഥലപരിമിതി വെച്ചുകൊണ്ട് താൽക്കാലികമായിട്ടുള്ളതായിരിക്കുന്ന സൗകര്യം എൻ്റെ അപ്രകാരമായിരിക്കട്ടെ. പരിഹാരം ആധാരമായിട്ട് കഴിച്ചപ്പോൾ അതിലെ കാട്ടുമുത്തി അപ്രകാരം തന്നെയാണ്. വേണ്ട ആധാരമായിട്ട് പ്രവർത്തനങ്ങളെല്ലാം
കാട്ടുമൂർത്തി ഇനി വരും കാലം അധാരമായിട്ട് വന്നു